വിദ്യാമ്മ എത്തിയല്ലോ. അംബികാമ്മ ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയോ? ആ സമയത്ത് എന്റെ മോനെയും കൂട്ടി ഞാൻ വന്നപ്പോ ഞങ്ങൾക്ക് വിദ്യാമ്മ അവിടെ അഭയം തന്നില്ലേ, അതുകൊണ്ട് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റി. എങ്ങനെയാ ഇതിനൊക്കെ നന്ദി പറയാ? കിഷനെ സ്വന്തം മോനായിട്ട് ഏറ്റെടുത്തോ അംബികാമ്മ? ഇവൻ എന്റെ മോൻ തന്നെയാ. അംബികാമ്മയ്ക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കില് എന്നെ മോനായിട്ട് തന്നെ കണ്ടോ? എനിക്കും അംബികാമ്മ അമ്മയെ പോലെ തന്നെയാ. വിദ്യാമ്മ, ഞാൻ 2-3 ദിവസം നല്ല തിരക്കാവും. അതുകൊണ്ട് അംബികാമ്മയെ വിദ്യാമ്മയെ ഏൽപ്പിച്ചിട്ട് പോവാന്ന് വിചാരിക്കുക. എന്താ കിഷൻ, എന്തേലും പ്രശ്നമുണ്ടോ? ദേവുചേച്ചിയുടെ കാര്യത്തില് ഉടനെ എന്തെങ്കിലും ചെയ്യണം വിദ്യാമ്മ. ആ ഗഗനും കൂട്ടരും ദേവുചേച്ചിയെ ചതിക്കാനുള്ള പുറപ്പാടില്ല. സന്ദീപേട്ടനാണെങ്കിൽ മടങ്ങി പോവുകയും ചെയ്തു. സന്ദീപും പ്രശ്നത്തിലാണ് കിഷൻ. ഇന്നലെ കുടുംബത്തോടൊപ്പം മടങ്ങിപ്പോയ സന്ദീപിനെ വഴിയിൽ വെച്ച് ഏതോ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി. നേരാണോ വിദ്യാമ്മ? വിദ്യാമ്മയോട് ആര് പറഞ്ഞു? രാവിലെ സന്ദീപിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അയാളുടെ മുത്തശ്ശി ക്ഷേത്രത്തിൽ വന്നിരുന്നു. പാവം എന്നെ കണ്ട് ഒരുപാട് സങ്കടം പറഞ്ഞു. സന്ദീപിനെ ആര് കൊണ്ടുപോയെന്നോ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നോ ആർക്കും അറിയില്ല. എങ്കിലത് ഉറപ്പായിട്ടും ഗഗന്റെ ആൾക്കാർ തന്നെയായിരിക്കും വിദ്യാമ്മ. സന്ദീപേട്ടനും ദേവുചേച്ചിയും എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അതിനുവേണ്ടി എന്ത് ചെയ്യാനാ കിഷന്റെ ഉദ്ദേശം? ഇന്ന് ദേവുചേച്ചിയുടെ മഞ്ഞൾ കല്യാണമാണ്. അവിടെ പോയി ഗഗന്റെ അവന്റെ അമ്മാവന്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കും. അങ്ങനെയെങ്കിലും ദേവുചേച്ചി ആ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിലെ അപകട സാധ്യത കൂടി കിഷൻ മനസ്സിലാക്കണം. എനിക്കറിയാം വിദ്യാമ്മ. പക്ഷേ അറ്റ കൈക്ക് ഇതല്ലാതെ എന്റെ കയ്യില് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഞാനൊരു സംശയം ചോദിച്ചോടെ വിദ്യാമ്മ? ഗഗനുമായിട്ടുള്ള ദേവുചേച്ചിയുടെ കല്യാണം നടക്കൂ? മൂകാംബിക സന്നിധിയിൽ വെച്ച് 2 ദിവസത്തിനുള്ളിൽ ദേവുട്ടിയുടെ താലികെട്ട് നടക്കും. പക്ഷേ ആ മംഗല്യസൂത്രം അവളെ അണിയിക്കുന്നത് ആരാണ്? അത് മാത്രം എനിക്കിപ്പോ പറയാൻ കഴിയില്ല. എന്റെ ദേവി, അത് സന്ദീപേട്ടൻ തന്നെ ആയിരിക്കണേ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സാക്ഷാൽ മൂകാംബികാ ദേവി നടത്തിത്തരട്ടെ. ശരി വിദ്യാമ്മേ, എന്നാ ഞാൻ പോയിട്ട് വരാം. മോനെ, നീ കുഴപ്പം പിടിച്ച പണിക്കൊന്നും പോണ്ട. എന്തെങ്കിലും പറ്റിയാലോ നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. കിഷന് ദേവുട്ടി സ്വന്തം ചേച്ചിയെ പോലെയാ. കിഷൻ മകനാണെങ്കിൽ ദേവുട്ടിയും അംബികാമ്മയുടെ മകള് തന്നെയല്ലേ. മകളെ രക്ഷിക്കാൻ മകനെ അനുഗ്രഹിച്ചയക്കേണ്ടത് അമ്മയുടെ കടമയല്ലേ?